കുഴഞ്ഞും പോവുകയും ചെയ്യില്ല. കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി ഇടുക. ഈ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണമല്ലോ. അപ്പം നമ്മൾ അരി എടുത്തേക്കണ സെയിം ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ചേർക്കണം. അപ്പോൾ മെഷറിംഗ് കപ്പിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ചേർക്കുക. ചായ കപ്പിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ചേർക്കുക. അത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടാണ് ചേർക്കുക. പിന്നെ ഈ അരി ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തണില്ല കേട്ടോ. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ ഈ മെഷറിംഗ് കപ്പിൽ അല്ലെങ്കിൽ ഗ്ലാസ്സിലേക്ക് നമ്മൾ അളവ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് എടുക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ 1.5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് 1 ഗ്ലാസ് അരി എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെയിം ഗ്ലാസ്സിൽ ഈ സെയിം കപ്പിൽ തന്നെ 1.5 കപ്പ് അരി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് അത്രയ്ക്ക് കണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഇനി 1/2 കപ്പിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലും നല്ല വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചിട്ട് എടുക്കുന്ന അളവായിരിക്കും എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. അത് 1 കപ്പ് എടുത്തു. പിന്നെയും നമ്മൾ ഈ കപ്പിൽ ചിലപ്പോൾ 1/2 കപ്പ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ അത് 1/2 കപ്പിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ കുറവാക്കി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അതേപോലത്തെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഈ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നെയ്യ് വേണം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നെയ്യ് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാല ചേർക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ചെറിയ ചെറിയ പീസുകളാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇതേപോലത്തെ ചെറുത് കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ കറുകപ്പട്ട നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ചിലതിന് അത്രയ്ക്കാണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതേപോലത്തെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഏലക്കായ ഒന്ന് പതുക്കെ ഒന്ന് ചതച്ചിട്ട് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടൈപ്പ് ജീരകം. അത് ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് എടുത്തത്. പിന്നെ ബേ ലീഫും വേണം. ഇതേപോലെ നമുക്ക് ബേ ലീഫ് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കുക. ഇപ്പോൾ ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ കഴിയുന്നതും ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ അടുത്തിപ്പോൾ അങ്ങനെ ഒറ്റ പീസായിട്ടല്ല കേട്ടോ ഉള്ളത്. ഇങ്ങനെ ചിലതിങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ ചെറുതായി പോയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ കുറച്ചെടുക്കുക. അപ്പോൾ മുഴുവനായിട്ടുള്ള ഗരം മസാല ഇത്രയ്ക്കാണ് ചേർക്കണത്. അപ്പോൾ ഇതാണ്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചത് ചേർക്കും. ചതച്ചിട്ട് എടുക്കണ്ട. അത് മിക്സിയിലെ ആ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നല്ല പൊടി പോലെ കിട്ടും. അരച്ചിട്ട് അങ്ങോട്ട് എടുക്കണ്ട. കാരണം നന്നായിട്ട് അരഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ്ട് അടിയിൽ പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ സവോള വേണം. സവോള ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ടൈപ്പ് സവോള കേട്ടോ. അത് ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഈ സവോള നല്ല കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് ചേർക്കാം. ഈ സവോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ ഗരം മസാല വേണം. ഗരം മസാല ഞാൻ അതിലേക്ക് ചേർക്കുന്ന സമയത്ത് എന്തോരം ചേർക്കണമെന്നുള്ളത് പറയാം. പിന്നെ ഇതിലേക്ക് 3 ടൈപ്പുള്ള ഇലകൾ എടുത്തിട്ടുണ്ട്. ഇല എന്ന് പറയുമ്പോൾ പുതിനയില, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില. ഈ 3ഉം നമുക്ക് ബിരിയാണിയിലേക്ക് ചേർക്കണം. പിന്നെ ബിരിയാണിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള പൈനാപ്പിളായിട്ട് എടുത്തേക്കുന്നത്. പുളിയുള്ള പൈനാപ്പിൾ നിങ്ങൾ ഇതിലേക്ക് ചേർക്കരുത്. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ഞാനിവിടെ ഇതേപോലെ തന്നെ കുറച്ച് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ബിരിയാണി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഈ പൈനാപ്പിൾ ചേർക്കുക. അല്ലെങ്കിൽ സാധാരണ പൈനാപ്പിളിൻ്റെ എസൻസ് ഇങ്ങനെ ചേർക്കുക. പക്ഷേ ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ പൈനാപ്പിളിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് അടിച്ചെടുത്തേക്കേണ്ട ജ്യൂസ് കേട്ടോ. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ ചേർക്കണം. അത് നമ്മൾ റൈസ് ചേർക്കുന്ന സമയത്ത് റൈസിൻ്റെ വെള്ളം ചേർക്കില്ലേ, ആ സമയത്ത് 4 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജ്യൂസും കൂടിയും ചേർക്കണം. അതും ഫ്രഷായിട്ട് ഉള്ള ജ്യൂസ് ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര് വേണം. ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ ഫുള്ള് മുഴുവനായിട്ട് ചേർക്കണ്ട കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ റോസ് വാട്ടറും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ റോസ് വാട്ടറിന് പകരം കേവര വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതായിരുന്നാലും കുഴപ്പമില്ല. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. പിന്നെ ലാസ്റ്റ് ബിരിയാണിയിലേക്ക് ഞാൻ കുറച്ച് സവോള വറുത്തിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്. ഇതും ചെറിയ ടൈപ്പ് സവോളയാണ്. ഇത് ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ടും കൂടിയിട്ട് വറുത്തിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കാം. അത് കാണുമ്പോൾ കൂടുതൽ സാധനങ്ങളൊക്കെ പോലെ തോന്നിയാലും ഇത് എപ്പോഴും എല്ലാവരും നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പിന്നെ അതിൽ കൂടി നമുക്ക് വാങ്ങേണ്ട വന്നത് പൈനാപ്പിൾ മാത്രമായിരിക്കും.
അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബിരിയാണി ആക്കാം. ഈ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കാം. ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ അത്യാവശ്യം നന്നായിട്ട് നെയ്യ് വേണം. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നെയ്യുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ട പിടിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുവപ്പട്ട ചേർക്കുക. ഇനി ഇതിലേക്ക് തക്കോലം ചേർക്കുക. പെരിഞ്ചീരകം ലാസ്റ്റ് ചേർത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്നാണ്ട് കരിഞ്ഞു പോകും. ഇതിലേക്ക് ഏലക്കായ ചേർക്കുക, പെരിഞ്ചീരകം ചേർക്കുക, ബേ ലീഫ് ചേർക്കുക. ഇതെല്ലാനും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ആ പെരിഞ്ചീരകം കരിഞ്ഞു പോരുത്. ഇതിലേക്ക് സവോള ചേർക്കുക. ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി മിക്സിയിലിട്ടിട്ട് കറക്കി എടുത്തിട്ടുണ്ട്, അതും ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ, നന്നായിട്ട് ഇങ്ങനെ അരച്ചിട്ട് എടുക്കണ്ട. ഇതെല്ലാനും നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അതിന് മുരിഞ്ഞിട്ട് എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തീ കൂട്ടി വയ്ക്കണ്ട കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സൈഡിലേക്ക് അങ്ങോട്ട് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അത് ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് ചേർക്കുന്നത്, കാരണം ഒരുപാട് നമുക്ക് ആവശ്യമില്ല. അത് വീണപ്പോൾ വീണത് സ്പൂണുമ്പോൾ വീഴാണ്ട് നോക്കണം. ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണം. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാനിതിലേക്ക് 1 ടീസ്പൂണാണ് ചേർക്കുന്നത്, അതും മെഷറിംഗ് സ്പൂണിലാണ് ചേർക്കുന്നത്. കാരണം ഇതിലേക്ക് നമുക്ക് ഒരുപാട് ഗരം മസാല വേണ്ട. ബിരിയാണി നമ്മൾ ചിക്കൻ കറി കൂട്ടിയിട്ടാണല്ലോ കഴിക്കുന്നത്. പിന്നെ സവോള ഇരുന്നാലും ഇതേപോലെ നമ്മളിങ്ങനെ മൂപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ഒരുപാട് സവോള ചേർക്കണ്ട. അപ്പോൾ ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ സവോളയൊക്കെ കിടന്നിട്ട് അങ്ങോട്ട് കുഴഞ്ഞ പോലെയാവും. ഇനി ഇതിലേക്ക് അരി ചേർക്കാം. അരി ഞാനിവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കണം. വെള്ളം ഈ അരി ഇട്ട വഴിക്ക് തന്നെ അങ്ങോട്ട് വെള്ളം ചേർക്കണ്ട. ഈ അരി നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടിപ്പോൾ അരിയിൽ ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവില്ല, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള വെള്ളം എടുക്കണമല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് മിക്സ് ചെയ്യണം. അപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ചിട്ടേന് ഇടാം, തീ കൂട്ടി വയ്ക്കരുത്. ഞാൻ അരിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി എടുത്തേക്കണ സെയിം ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് ചേർക്കണത്. 1/2 ടീസ്പൂൺ ഉപ്പ് ഫസ്റ്റ് ചേർക്കാം. മുഴുവനും ഈ സ്പൂണുമേന്ന് വീഴണം കേട്ടോ. ഇതിലേക്ക് ഇതേപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒരു 2 നുള്ള് ഉപ്പ് എക്സ്ട്രാ ചേർക്കാം. അത് നിങ്ങൾക്ക് ഒരു ഏകദേശം അളവ് കിട്ടാനാണ് ഞാനിങ്ങനെ പറയണത്. ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് മെഷറിംഗ് സ്പൂണിൽ 1/2 ടീസ്പൂണും ചേർത്തു, പിന്നെ 4 നുള്ള് ഉപ്പ് എക്സ്ട്രീനെ ചേർത്തത്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഒരു അളവായിട്ട് എടുക്കണ്ട, ഞാൻ നിങ്ങൾക്കൊരു ഏകദേശം അളവ് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കണം. ഇനി ഇതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജ്യൂസ് ചേർക്കാം. പൈനാപ്പിൾ ജ്യൂസ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ചേർക്കണം. പിന്നെ നല്ല മധുരമുള്ളതും ചേർക്കണം, പുളിച്ചത് ചേർക്കരുത് കേട്ടോ. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കേവര വാട്ടർ ചേർക്കാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഞാനിവിടെ ആ വെള്ളം മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കായിരുന്നു. ഇതിലേക്ക് നമുക്ക് ആ വെള്ളം ചേർക്കാം. അപ്പോൾ നിങ്ങൾ ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോ. അപ്പോൾ നിങ്ങൾ എടുത്തേക്കണ അളവിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിലായിരുന്നാലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്ന് ഇത്രയ്ക്കായിട്ടോ ചേർത്തത്. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ചേർക്കണ്ട. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. പുതിനയില ചേർക്കാം. പുതിനയില നമുക്ക് ഇപ്പോൾ കുറച്ച് ചേർക്കാം. പിന്നെ ബിരിയാണി റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ചേർക്കും. പിന്നെ മല്ലിയിലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കുക്കർ അടച്ച് വയ്ക്കാം. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റ വിസിൽ വന്നാൽ മതി. ഒറ്റ വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയി കഴിഞ്ഞിട്ട് അപ്പം തന്നെ തുറക്കണ്ട. ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം കുക്കർ തുറന്നാൽ മതി.
ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. പെട്ടെന്ന് വിസിൽ വരും കേട്ടോ, അധികം സമയമൊന്നും എടുക്കില്ല. ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവോള വറുത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുക്കുക. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർക്കാം. ഞാൻ കൈ കൊണ്ട് ഇതേപോലെ ഒന്നിങ്ങനെ പിരിപ്പിച്ചിട്ടിടുക. ഇത് ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് വറുത്തിട്ട് എടുക്കുന്നത്. കാരണം കുറേ അങ്ങോട്ട് ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സവോളയുടെ ഉള്ളിൽ നിന്ന് കണ്ടമാനം വെള്ളം വരുമല്ലോ. അപ്പോൾ അത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. ശരിക്കാണ്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ എപ്പോഴും സവോള നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ ഒരുപാട് ഒരുമിച്ച് ഒറ്റ ട്രിപ്പിലാണ് നമുക്ക് ചേർക്കരുത്. സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ സവോള നമ്മളിങ്ങനെ മൊരിച്ചിട്ട് എടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി പോയി കഴിഞ്ഞിട്ട് പിന്നെയും ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആവി പോയി വഴിക്ക് തന്നെ അങ്ങോട്ട് തുറക്കണ്ട. ഇനി ഈ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ചേർക്കുക. പിന്നെ ബിരിയാണിയിൽ പുതിനയിലയും കുറച്ച് നന്നായിട്ട് വേണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് മല്ലിയിലയും ചേർക്കുക. പിന്നെ ഞാനിവിടെ പൈനാപ്പിൾ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതും കുറച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. റൈസൊക്കെ നല്ല കറക്റ്റ് പാകത്തിനാണ് വെന്തേക്കുന്നത്. അത് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ഒട്ടും കുഴഞ്ഞു പോകാണ്ട് നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. ഒട്ടും അടിയിലും പിടിക്കില്ല. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ റൈസൊന്നും ഒട്ടും നമുക്ക് വെന്ത് കുഴഞ്ഞും പോയിട്ടില്ല, ഒട്ടും അടിയിലും പിടിച്ചിട്ടില്ല. നല്ല കറക്റ്റ് പാകത്തിന് റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജ്യൂസും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു സ്മെല്ലൊക്കെ വരും. പിന്നെ ഈ റൈസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കണ്ട കേട്ടോ. ജസ്റ്റ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇതൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി, കുറേ നേരം ഇട്ട് ഇളക്കണ്ട. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് നെയ്യിൽ കാഷ്നട്ട് വറുത്തിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ടിന് പകരം ഞാൻ ചുവന്നുള്ളിയാണ് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടും ചുവന്നുള്ളി നെയ്യിൽ വറുത്തിട്ട് ചേർക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. അല്ലെങ്കിൽ കാഷ്നട്ട് മാത്രം നെയ്യിൽ വറുത്തിട്ട് ഈ ചോറിലേക്ക് ചേർക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അധികം നെയ്യൊന്നും ചേർക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലേക്ക് ചുവന്നുള്ളി നെയ്യിൽ വറുത്തിട്ടാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. ഉള്ളി മൊരിഞ്ഞ് വരുമ്പോഴായിരുന്നാലും നല്ലൊരു കളറും ഉണ്ടാവും. ഇത് മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ബിരിയാണിയിലേക്ക് ചേർക്കാം. ഞാനിവിടെ സവോള വറുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇപ്പം ഞാനിതിലേക്ക് കുറച്ചേ ചേർക്കണുള്ളൂ. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ഈ റൈസിൽ കിടന്നിട്ടാണ് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കുക്കറിൽ വെച്ച് ഉണ്ടാക്കണ ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ ചോറ് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ കറി കൂട്ടിയിട്ട് ഈ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇപ്പോൾ ഈ കുക്കറിൻ്റെ അടിയിലായിരുന്നാലും ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കറക്റ്റ് അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ കുക്കറിൽ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്ന ബിരിയാണി ചോറ് റെഡി ആയിട്ടുണ്ട്. ഈ ചോറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള
ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാം. ഇപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് സെപ്പറേറ്റ് എടുക്കാണ്ട് ചിക്കൻ കറിയും സെപ്പറേറ്റ് എടുത്തിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ലാസ്റ്റ് ബിരിയാണി ചോറ് റെഡിയാക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചിക്കൻ കറി റെഡിയാക്കുക. രണ്ടും കൂടിയിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെയും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ കുറേ വീഡിയോസുകൾ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ മിയാ കിച്ചൻ്റെ ഹോം പേജിൽ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കറിയുടെ പ്ലേലിസ്റ്റ് തിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് മിയാ കിച്ചൻ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യുമ്പോൾ കുറേ വെറൈറ്റി ചിക്കൻ കറികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഗ്രേവിയുള്ള ചിക്കൻ കറി എടുക്കരുത്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ കറി ആയിരിക്കുമല്ലോ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾ എല്ലാവരും എടുക്കുമ്പോൾ നല്ല കറക്റ്റ് അളവിലെടുക്കുക. പിന്നെ ഉപ്പിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ചോറിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് അല്ല ബിരിയാണിയിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നല്ല കറക്റ്റ് പാകത്തിന് വരണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്ത് കഴിഞ്ഞപ്പോൾ മെഷറിംഗ് സ്പൂണിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു ഫസ്റ്റ്, പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടി സെപ്പറേറ്റ് ചേർത്തു. എന്നിട്ട് ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം, കാരണം വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം. കാരണം ഈ റൈസിലേക്കുള്ള ഉപ്പും കൂടിയിട്ട് വേണമല്ലോ, അപ്പോൾ ഒരുപാട് കൂടി നിൽക്കണ്ട, ഒരു പൊടിക്കൊന്ന് കൂടി നിന്നാൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഷ്നട്ടും വറുത്ത് ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.